സത്യവിശ്വാസികളായ ആദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ഭാര്യമാർക്ക്, നമ്മുടെ വീട്ടിലെ ഉമ്മമാർക്ക്, വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായ ജോലി ഏതാണ്? ഇപ്പം പല ജോലിയും പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഏറെ ലളിതമായി ഈ കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ അരക്കണമെങ്കിൽ കല്ലിലിട്ട് അരക്കണം. ഇപ്പോൾ മിക്സിയൊക്കെ എല്ലാ വീട്ടിലുമുണ്ട്. പണ്ട് അലക്കണമെങ്കിൽ അലക്ക് കല്ലിലിട്ടാണ് അലക്കുക. എന്നാൽ ഇന്ന് എല്ലാ വീട്ടിലും വാഷിംഗ് മെഷീൻ സൗകര്യങ്ങളുണ്ട്. പണ്ടൊക്കെ വെള്ളം ശേഖരിക്കുന്നത് ഏതെങ്കിലും പഞ്ചായത്ത് പൈപ്പിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് കിണറിലോ ഒക്കെ പോയി വെള്ളം പിടിച്ച് ശേഖരിച്ച് കൊണ്ടുവന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ട്. ഇന്നിപ്പോൾ മോട്ടോർ സംവിധാനങ്ങളൊക്കെ എല്ലാ വീട്ടിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ജോലികളൊക്കെ എളുപ്പമായി. എന്നാൽ നമ്മുടെയൊക്കെ ഭാര്യമാർക്ക്, നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക്, ഉമ്മമാർക്ക് ഏറ്റവും പ്രയാസകരമായ ജോലി കുട്ടികളെ നോക്കുക എന്നുള്ളതാണ്. അല്ലേ? ചില ആളുകൾ പറയും, എൻ്റെ പൊന്നാര ഉസ്താദെ, അടക്കാക്കുരു പോലെ 2-3 മക്കളുണ്ട്, സ്കൂളും പൂട്ടി മദ്രസയും പൂട്ടി. ഇപ്പൊ അവരെ കൊണ്ട് ആകെ സ്വൈര്യക്കേടാണ്, മക്കളെ കൊണ്ട് ആകെ ഇടങ്ങേറായിരിക്കുകയാണ്. സ്കൂൾ അങ്ങോട്ട് തുറന്നേർന്നെങ്കിൽ രാവിലെ തന്നെ മദ്രസയിൽ പോകും, പിന്നെ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും സ്കൂളിലേക്ക് പോകും, വൈകുന്നേരം വരുമ്പോൾ ട്യൂഷന് പോകും, പിന്നെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മാത്രമേ നിങ്ങളെ സഹിച്ചാൽ മതി. അപ്പം മക്കളെ കൊണ്ട് ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. മക്കളെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രയാസകരമായ, ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായി ഇന്ന് മാറിയിട്ടുണ്ട്. അമേരിക്കൻ നാടുകളിൽ, യൂറോപ്യൻ നാടുകളിലൊക്കെ കുറ്റവാളികൾ അധികരിക്കുന്നുവെന്നാണ്. എന്തിനാ അമേരിക്കക്കും യൂറോപ്പിലേക്കൊക്കെ പോകുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ന് കുറ്റവാളികൾ, ക്രിമിനൽ സ്വഭാവം കുട്ടികളിൽ നിന്ന് വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ അടുത്തല്ലേ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സഹപാഠിയെ വളരെ മൃഗീയമായി അടിച്ചു കൊന്നത്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമകാലീന ചുറ്റുപാടിൽ, സാഹചര്യത്തിൽ മക്കളെ സംബന്ധിച്ച് വളരെ കൃത്യമായി വിലയിരുത്തി അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി, ഭാവി സുരക്ഷിതമാക്കി തീർക്കാൻ വേണ്ടി, മക്കൾ നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ആ ഒരു പാതയിലായി വളർത്തിക്കൊണ്ടുവരിക എന്ന വലിയൊരു ഉത്തരവാദിത്തം മാതാപിതാക്കളായ, രക്ഷിതാക്കളായ എനിക്ക് നിങ്ങൾക്കൊക്കെ നിറവേറ്റാനുണ്ട്. നമ്മുടെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അവന്റെ ഖബറിൽ അവശേഷിക്കും. ഖബറിൽ അവന് പാരത്രികമായ ലോകത്തെ അതിഭവനമാകുന്ന ഖബറിൽ യൗമുൽ ഖിയാമത്ത് വരെ പ്രതിഫലത്തിന് കാരണമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങൾ. അതിൽ ഒരു കാര്യമായി നബി തങ്ങൾ പറഞ്ഞ എന്താ? മക്കള്. അതും കേവലം മക്കൾ ഉപകാരപ്പെടുമെന്നല്ല നബി തങ്ങൾ പറഞ്ഞു. എനിക്കൊരു മോനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു മോളുണ്ട്, അത് ഉപകാരപ്പെടുമെന്നല്ല പറഞ്ഞത്. പിന്നെ അല്ലാഹുവിന്റെ റസൂല് ഒരു ഷർത്ത്, ഒരു നിബന്ധന അവിടെ പറഞ്ഞു. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, സ്വാലിഹായ മക്കളാണ്, സ്വാലിഹീങ്ങളായ ആൺമക്കളാണ്, സ്വാലിഹാത്തുകളായ പെൺമക്കളാണ് ഉപകാരപ്പെടുക. എങ്ങനെയുള്ള സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാണ്? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദുആ ഇറക്കുന്ന. കേവലം മക്കൾ ഉപകാരപ്പെടൂല, മക്കൾ ഉപകാരപ്പെടണമെങ്കിൽ സ്വാലിഹീങ്ങളാകണം, അവര് നമുക്ക് വേണ്ടി ദുആ ഇറക്കണം. അപ്പൊ ആ ഒരു ശൈലിയിലേക്ക്, ആ മക്കളുടെ ദുആ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അവർക്ക് വേണ്ടി നാം ദുആ ഇറക്കുക. അവരുടെ സ്വലാഹിയത്തിനായി പടച്ചവനോട് കൈയുയർത്തിക്കൊണ്ട് മനമുരുകി നാം ദുആ ഇറക്കുക, പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി തന്നെ പ്രത്യേകമായ ചില പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ.
റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഹബലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഞങ്ങളുടെ ഭാര്യമാരിലും അതുപോലെ തന്നെ സന്താനങ്ങളിലും ഖുർറത അഅ്യുൻ പടച്ചവനെ നീ കൺകുളിർമയുള്ളവരാക്കി അവരെ നീ മാറ്റണേ അല്ലാഹ്. കണ്ണിലെ കരടാക്കല്ല അല്ലാഹ്. കൺകുളിർമയുള്ള സന്താനങ്ങൾ എപ്പോഴാണ് നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് കൺകുളിർമ വന്നപ്പോഴാ? നമ്മുടെ മക്കളെ നീറ്റ് പരീക്ഷയിൽ നല്ല ഫസ്റ്റ് ക്ലാസ്സോടുകൂടി നല്ല റാങ്കോടുകൂടി പാസ്സായി, നമുക്ക് കൺകുളിർമയായി. അങ്ങനെ നാട്ടിലെ തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന ഏറ്റവും നല്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള അവസരം കിട്ടി, വീണ്ടും കൺകുളിർമ കൂടി. അങ്ങനെ അവിടെ നിന്നൊക്കെ പാസ്സായി എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡോക്ടറായി സേവനം ആരംഭിച്ചു. പിന്നെ കൺകുളിർമ പറയേ വേണ്ട. അങ്ങനെ അതേ തസ്തികയിലുള്ള ഒരു ഡോക്ടർ പെണ്ണായിട്ട് കല്യാണാലോചന വന്നു, കല്യാണം കഴിഞ്ഞു, കൺകുളിർമ പിന്നെയും കൂടി. അവർ രണ്ടുപേരും യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഡോക്ടർ ഉദ്യോഗത്തിന് വേണ്ടി പറന്നു യാത്രയായി. കൺകുളിർമയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഇതല്ലേ നമ്മുടെ കൺകുളിർമ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരെ കേൾക്കുന്നവരെ, നമ്മുടെ മക്കൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനാസ നമ്മുടെ മക്കൾ കുളിപ്പിക്കോ? നമ്മുടെ ജനാസ കഫൻ ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കോ? എന്നെയും നിങ്ങളെയും കൊണ്ടുവന്ന് പള്ളിയുടെ ഒന്നാമത്തെ സ്വഫിൽ ഇങ്ങനെ ജനാസ കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തിക്കഴിയുമ്പോൾ ആ ജനാസയുടെ അരികിൽ വന്നിട്ട് നമ്മുടെ പിന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ഇമാമത്തായി നമ്മുടെ ജനാസ നമസ്കാര കർമ്മം നിർവഹിക്കാൻ എൻ്റെയും നിങ്ങളുടെയും മക്കൾക്ക് സാധിക്കോ? മരിച്ച് കബറിൽ കൊണ്ടുപോയി അടക്കിയതിനു ശേഷം അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന സമയം വരെ അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസഅ അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്ന് തസ്ബീഹ് പറഞ്ഞ് എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ മക്കൾ ദുആ ഇറക്കോ? ദുആ ചെയ്യോ? ദുആ ചെയ്യോ? ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെന്തിനാ മക്കള്? പിന്നെ എന്തിനാ സഹോദരങ്ങളെ നമുക്ക് മക്കള്? അതുകൊണ്ട് മക്കള് കൺകുളിർമയാകണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചോനെ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങളുടെ ഭാര്യമാരെ ഇണകളെയൊക്കെ റബ്ബേ നീ ഇമാമാക്കണേ അല്ലാ. ഇത് ദുആ ഇറക്കാൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് നിർദ്ദേശിച്ചു, നബി തങ്ങൾ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു. രണ്ട് മക്കളുടെ കഥ ഞാൻ പറയാം. രണ്ട് മക്കളുടെ കഥ. ആ രണ്ടു മക്കളിൽ ഏത് വിഭാഗത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും മക്കളെന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക. ഒന്നാമത്തെ മകൻ പാപ്പ പറഞ്ഞടാ മോനെ, ഇത് വെള്ളപ്പൊക്കം വരാൻ പോകണം, മഹാപ്രളയം ഇതാ നാട്ടിൽ വരാൻ പോകുന്നു, ജലപ്രളയം വന്ന് നാടാകെ വെള്ളത്തിൽ മുങ്ങാൻ പോകുന്നു, പെട്ടെന്ന് തീ കപ്പലിലേക്ക് വന്ന് കയറിക്കോ. ഇപ്പൊ മോൻ പറഞ്ഞ എന്താണ്? എൻ്റെ പൊന്നാര വാപ്പ, വെള്ളപ്പൊക്കം വന്നാലും എനിക്ക് പേടിക്കാനൊന്നുമില്ല, എന്ത് വെള്ളപ്പൊക്കം വന്നാലും എത്ര വലിയ ജലപ്രളയം വന്നാലും ഞാൻ താങ്കളുടെ പൊട്ടക്കപ്പലിലേക്കൊന്നും ഞാൻ കയറാനില്ല, ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടോളാം. അപ്പോൾ വാപ്പ ചോദിച്ചു, മോനേടാ നീ എങ്ങനെ രക്ഷപ്പെടും? വെള്ളപ്പൊക്കം വന്നാൽ, ജലപ്രളയം വന്നാൽ നീ എങ്ങനെ രക്ഷപ്പെടും? അപ്പോ മകൻ പറഞ്ഞു, ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. ഞാൻ ഏതെങ്കിലും വലിയ പാറയിലോ കല്ലിലോ ഒക്കെ പിടിച്ച് അള്ളിപ്പിടിച്ച് നിന്നിട്ട് ഞാൻ അങ്ങോട്ട് രക്ഷപ്പെട്ടോളാം, ഏതെങ്കിലും കുന്നിന്റെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം. വാപ്പാനോട് മറുപടി പറഞ്ഞു. ഇത് പറഞ്ഞു നിക്കാലെ ഫഹാല ബൈനഹുമാ മൗജ് വകാന മിനൽ മുഗ്റഖീൻ. ഇത് പറഞ്ഞു നിക്കാലെ ജലപ്രളയം കുത്തൊഴുകി വന്നു, ജലപ്രളയം അനിയന്ത്രിതമായി വന്നു, ഈ കുട്ടിയെയും കവർന്ന് കടന്നുപോയി. വാപ്പ പറഞ്ഞത്, മോനെ നീ കപ്പലിലേക്ക് കയറിക്കോ, നിനക്ക് രക്ഷപ്പെടാം, ജീവിക്കാനാ പറഞ്ഞത്. വാപ്പാനോട് മോൻ പറഞ്ഞത്, ഞാൻ കേറൂല, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. ആരാത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ കൻആൻ ഇബ്നു നൂഹ് അലൈഹിസ്സലാം. വേറൊരു മകനോട് വാപ്പ പറഞ്ഞു, എടാ മോനെ, നിന്നെ അർക്കണമെന്ന് കുറേ ദിവസമായി ഞാൻ സ്വപ്നം കാണുന്നു, അല്ലാഹു തആല എനിക്ക് സ്വപ്ന ദർശനം നൽകുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം വാപ്പ ആദ്യത്തെ ആ മകനോട് പറഞ്ഞത് ജീവിക്കാനാണ്, രണ്ടാമത്തെ വാപ്പ പറഞ്ഞത് മരിക്കാനാണ്. എല്ലാ ദിവസവും സ്വപ്നം കാണാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് വഹയ്യിന്റെ ഭാഗമായിട്ട്, ഇൽഹാമിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ മകൻ പറഞ്ഞു,
വാപ്പാ യാ അബതി ഫഅൽ മാ തുഅമർ, അല്ലാഹു തആല എന്താണോ കൽപ്പിച്ചത് അത് അങ്ങനെ തന്നെ ചെയ്തോ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ശേഷം നിങ്ങൾക്ക് എന്നെ ക്ഷമാലുക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞേക്കാം, എന്നെ ക്ഷമാലുക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞേക്കാം. മരിക്കാൻ പറഞ്ഞപ്പോൾ മകൻ എന്താണ്, അള്ളാഹുടെ ഇഷ്ടം അതാണോ, എന്നാൽ എന്നെന്താ അർത്ഥോ വാപ്പ എന്ന് മകൻ പറഞ്ഞു. ആരാണത്? ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം അലൈഹിമസ്സലാത്തു വത്തസ്ലീമാത്ത്. അല്ലേ? എന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ മക്കളോടാണിത് പറയുന്നെങ്കിലും ഇതായിരിക്കും അവസ്ഥ. ഒന്നും വേണ്ട, നമ്മുടെ മക്കളെ നമ്മൾ ഈ ചേലാക്രമം ചെയ്യൂലോ, ചേലാക്രമം ചെയ്യാൻ വേണ്ടി മക്കളെ വിളിച്ച കിട്ടോ? സുന്നത്ത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ മോനെ നോക്കുമ്പോൾ മോനെ കാണുള്ള, മോനെ എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കുകയായിരിക്കും. അവസാനം കണ്ടെത്തി കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും? കണ്ണി കണ്ട പാടത്തുകൂടെയും പറമ്പിൽ കൂടെ ഒക്കെ ഓടി നാട്ടുകാർ മുഴുവൻ ഓടിച്ചിട്ട് പിടിച്ച് കളരിക്കാരനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടാണ് പലരും മാർക്ക കല്യാണം പോലും നടത്തിയത്. അപ്പൊ ഈ വാപ്പ മകനോട് പറഞ്ഞപ്പോൾ തന്നെ എന്താണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇംഗിതം അതാണെങ്കിൽ വാപ്പ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക, അറുത്തുകൊള്ളുക, ഇതാണ് പറഞ്ഞത്. നമ്മുടെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് ചില മാതാപിതാക്കൾക്ക് അവർ ജീവിതത്തിൽ അനുഷ്ഠിക്കാത്ത പ്രവർത്തിക്കാത്ത ഇബാദത്തുകളുടെ പ്രതിഫലം നൽകുമത്രേ. ഹജ്ജ് ചെയ്ത കൂലി, ഉംറ നിർവഹിച്ച കൂലി, ജീവിതത്തിൽ ഇതേവന്നേ വരെ അവർ കഅബാലയത്തിലേക്ക് പോയിട്ടില്ല, നാടിൻ്റെ വെളിയിലേക്ക് പോയിട്ടില്ല. സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന മക്കയിലേക്കൊക്കെ ഹറമിലേക്കൊക്കെ നമ്മൾ സാധാരണ പോകുന്നത് എയർപോർട്ടിൽ നിന്നാണല്ലോ, വിമാനത്തിലാണല്ലോ പോകുന്നത്. ആ സംഭവം പോലും ഇവർ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വരെ ഹജ്ജ് ചെയ്ത കൂലി. അപ്പോൾ ഈ മാതാപിതാക്കൾ ചോദിക്കും, മലക്കുകളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്ത കൂലി? ഞങ്ങൾ ഹജ്ജ് ചെയ്തവരല്ലല്ലോ, ഞങ്ങൾ ഉംറ ചെയ്തവരല്ലല്ലോ, ഞങ്ങൾ ഇത്തരത്തോളം കർമ്മങ്ങളൊന്നും ഞങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചവരല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രമേൽ കൂലി കിട്ടാൻ കാരണമെന്ന് മലായിക്കത്തുൽ അബ്റാറുകളോട് മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ ആ മലക്കുകൾ പറയുകയാണ്, ഖാലത്തിൽ മലായിക്കത്തു ഇസ്തിഗ്ഫാറു വലദിക്, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതിൻ്റെ കൂലിയുടെ ഭാഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യാത്ത ഇബാദത്തിന്റെ പ്രതിഫലം പോലും നിങ്ങൾക്ക് നൽകിയത് എന്ന് ആ മാതാപിതാക്കളോട് വിളിച്ചു പറയുന്നു പരിശുദ്ധ റസൂൽ, ആദരവായ നബിയുനാ വ സയ്യിദുനാ മുഹമ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മാതാപിതാക്കൾക്ക് മക്കൾ ഉപകാരപ്പെടുന്നൊരു ശൈലിയാണ് പറഞ്ഞത്. അത് ഉപകാരപ്പെടണമെങ്കിൽ നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തേക്ക് നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കുക, നിങ്ങൾ സൂക്ഷിക്കുക, സംരക്ഷിക്കുക. നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ബാധ്യതയായിട്ടുള്ള ആളുകളെ നരകത്തെ തൊട്ട് സൂക്ഷിക്കൽ എൻ്റെ നിങ്ങളുടെയും ബാധ്യതയാ. അത് നമ്മൾ സൂക്ഷിച്ചോളണം. നമ്മൾ 24 മണിക്കൂറും കൊണ്ടുപോയി നരകത്തിലേക്ക് ഇടാണ്. നമ്മൾ 24 മണിക്കൂർ കൊണ്ടുപോയി നരകത്തിലേക്ക് നമ്മൾ ഇടാണ്. അങ്ങനെയാണ് കുടുംബത്തിൽ നമ്മൾ വർത്തിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? സമൂഹത്തിൽ നമ്മുടെ മക്കൾ വഴികെട്ടുപോകുമോ എന്ന ആശങ്ക നമ്മെ പിടികൂടുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപന വജസ്സുകളിൽ ഒരുപാട് മാതൃകാ പുരുഷന്മാരെ സംബന്ധിച്ച് പരാമർശിച്ചതുപോലെ മാതൃകായോഗ്യമായ ജീവിതം നയിച്ച കൊച്ചുമക്കളെ സംബന്ധിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മഹദിയായ മറിയം ബീവി. മറിയം ബീവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതാരാ? ബഹുമാനപ്പെട്ട സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മറിയം ബീവിയുടെ അരികിലേക്ക് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ചെല്ലുമ്പോഴേ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? മറിയം ബീവിയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അസാധാരണമാം വിധം
ജീവിത വിഭവങ്ങൾ അഥവാ മഴക്കാലത്ത് മാത്രം ലഭിക്കുന്ന പഴവർഗ്ഗങ്ങൾ വേനൽക്കാലത്തും മഹദിവർഗ്ഗങ്ങളുടെ അടുക്കലുണ്ട്. വേനൽക്കാലത്ത് മാത്രം ലബ്ധമാകുന്ന പഴവർഗ്ഗങ്ങൾ മഴക്കാലത്തും മഹദിവർഗ്ഗങ്ങളുടെ അടുക്കലുണ്ട്. അപ്പൊ ചോദിച്ചു, മോളെ ഇത് എവിടെന്നാ? അന്നാലക്കി ഹാദാ. മഹദിവർകൾ മറുപടി പറഞ്ഞ, ആ കൊച്ചുകുട്ടി മറുപടി പറഞ്ഞത്, ഖാലതു ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ് എന്ന് മഹദിയായ മറിയം ബീവി മറുപടി പറഞ്ഞത് കേട്ടപ്പോൾ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് അത്ഭുതമായി. പടച്ചോനെ, നല്ല കുട്ടി, നല്ല ദീനീ ബോധമുള്ള കുട്ടി, അള്ളാഹിനെ കുറിച്ച് അവബോധമുള്ള കുട്ടി, ഇങ്ങനത്തെ ഒരു കൊച്ച് എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ. അവിടെയാണ് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ദുആയിരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആയിരുന്നുവെന്നാണ്, പടച്ചോനെ എനിക്കും ഒരു സ്വാലിഹായ സന്താനത്തെ, ത്വയ്യിബായ സന്താനത്തെ തരണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ദുആയിരുന്നു ത്വയ്യിബ, നല്ല മോനെ. വാർദ്ധക്യത്തിലാ ദുആയിരിക്കുന്നത്. സാധാരണ എന്തെങ്കിലും ഒരു മോനെ അല്ലെങ്കിൽ ഒരു മോളെ ഏത് രൂപത്തിലുള്ളതായാലും വേണ്ടില്ല, അത് മോനായാലും വേണ്ടില്ല മോളായാലും വേണ്ടില്ല, ഒരു സന്താനത്തെ നൽകിയാതി എന്ന് പറഞ്ഞാണ് സാധാരണ എന്താണ് മക്കളെ നോക്കിയിരുന്ന അവസാനം കിട്ടാത്ത ആളുകൾ ദ്വായിരക്കുന്നതെങ്കിൽ മഹാനവറുകൾ ദ്വായിരം ത്വയ്യിബ, നല്ല മകനെ അല്ലെങ്കിൽ നല്ല മകളെ ത്വയ്യിബായിട്ടുള്ള, അങ്ങനെയാണ് നമ്മൾ ദ്വായിരക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താന സൗഭാഗ്യം ലഭിക്കാത്തവർക്കൊക്കെ ആര് കണ്ടാലും എടുത്തു വച്ച് മുത്തം കൊടുക്കാൻ തോന്നത്തക്ക നിലയിൽ വൈകല്യങ്ങളില്ലാത്ത ന്യൂനതകളില്ലാത്ത പൊന്നുമക്കളെ സമ്മാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ മകനെ നൽകി. നമുക്ക് ചരിത്രം അറിയാം, അതിലേക്ക് ഞാൻ കൂടുതൽ പ്രവേശിക്കുന്നില്ല. അപ്പൊ ആരെ കണ്ടിട്ടാ ദുആയിരുന്നത്? മറിയം ബീവിയുടെ ആ സ്വഭാവ വൈശിഷ്ട്യം മനസ്സിലാക്കിയപ്പോൾ ഇതേപോലെ ഒരു മകൻ എനിക്ക് വേണം. ഇതേപോലെ നമ്മുടെയൊക്കെ മക്കളെ കണ്ടാലുള്ള അവസ്ഥ എന്താ? മക്കളില്ലാത്തവർ പറയും ഇങ്ങനെയുള്ളതാണ് വേണ്ട, കാരണം കുരുത്തക്കേടിന്റെ ഹെഡ് ഓഫീസാണ്. അപ്പൊ നല്ല മക്കളായിട്ട് നമ്മുടെ മക്കളെ വളർത്തുക, നമ്മൾ നമ്മുടെ മക്കളുടെ റോൾ മോഡലായി മാറുക. അതാണ് ഇപ്പൊ നമുക്ക് സാധിക്കാത്തത്. നമുക്ക് റോൾ മോഡലായി മാറാൻ സാധിക്കുന്നില്ല. മക്കളുമായിട്ട് നമ്മൾ സംസാരിക്കാൻ സമയം കണ്ടെത്തുക, കുടുംബവുമായിട്ട് നമ്മൾ സംസാരിക്കാൻ സമയം കണ്ടെത്തുക. അപ്പോഴാണ് നമ്മുടെ മക്കൾ നമുക്ക് ഇരുലോകത്ത് ഉപകാരപ്പെടുന്ന സ്വലാഹിയത്തിന്റെ സന്തതികളായി മാറുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും ഉപകാരപ്പെടുന്ന പൊന്നോമനകളാക്കി നമ്മുടെയൊക്കെ മക്കളെ മാറ്റുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.